ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു 2 ദിവസം മുമ്പേ. അപ്പോൾ 16-ാം തീയതി. അപ്പോൾ അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ട് ഒന്ന് പാടാൻ വേണ്ടിയിട്ടാണ്. അച്ഛനിപ്പോൾ ഇല്ല, ഞങ്ങളുടെ കൂടെ ഇല്ല, 13 വർഷമായി മരിച്ചിട്ട്. അപ്പോൾ അച്ഛൻ പണ്ട് ഞാനും അനിയത്തീനും പാടി ഉറക്കുന്നൊരു പാട്ടാണ്. അപ്പോൾ അത് ഒന്ന് പാടി നോക്കണമെന്ന് വിചാരിച്ചിട്ട് 2 ദിവസമായി. പക്ഷേ പിന്നെ വിചാരിച്ച അച്ഛൻ പാടുന്നത്ര വൃത്തി വന്നില്ലെങ്കിലോ ശരിയായില്ലെങ്കിലോ എന്ന് വെച്ച് പാടാതിരുന്ന. എന്തായാലും ഒന്ന് പാടി നോക്കാൻ ഇപ്പം വിചാരിക്കുന്നു. അപ്പോൾ നേരെ പാട്ടിലേക്ക് കിടക്കാം. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എൻ്റെ പൊള്ളോർക്കുടം പോലെ തേങ്ങി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എൻ്റെ പൊള്ളോർക്കുടം പോലെ തേങ്ങി. ഉണ്ണിക്കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി 1000 കൈ നീട്ടി നിന്നു സൂര്യതാപമായി താതൻ്റെ ശോകം വിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണുടഞ്ഞു. കനിനീകുമീ വിൺമേഘവും മഴനീർക്കിനാമായി മറഞ്ഞു ദൂരെ പൊള്ളോർക്കുടം പോലെ തേങ്ങി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുടങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എൻ്റെ പൊള്ളോർക്കുടം പോലെ തേങ്ങി. ഒരു കുഞ്ഞു പാട്ടായി വിതുമ്പി മഞ്ഞു പൂഞ്ചോല എന്തോ തിരഞ്ഞു. ആരെയോ തേടി തിരഞ്ഞു കാറ്റും ഒരുപാടു നാളായി അലഞ്ഞു. പൂന്തെന്നലിൽ പൊന്നോളമായി ഒരു പാഴ്കിരീടം മറഞ്ഞു. കഥനങ്ങളിൽ തുണയാകുവാൻ വെറുതെയൊരുങ്ങുന്ന മൗനം വീണും പൊള്ളോർക്കുടം വീണുടഞ്ഞു. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എൻ്റെ പൊള്ളോർക്കുടം പോലെ തേങ്ങി. അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് പറയുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം, കുഴപ്പമില്ല. അങ്ങനെയൊക്കെയല്ലേ പഠിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.